10 മിനിറ്റ് 10 മിനിറ്റ് നിന്റെ മുഖത്ത് പോയിക്കൊണ്ട് നല്ല ഉള്ളകാലി നരിച്ചു കയറി വരും കലി. 10 സെക്കൻഡ് നിങ്ങളെ കണ്ടോണ്ടിരുന്ന ഉച്ചം തലേന്ന് തരിച്ചു കയറും കലി. എന്നാ വാടി നിന്റെ കലിയും കൊണ്ട് നീ വിവരം അറിയും. പിന്നെ ഓ പിന്നെ എടി ഇങ്ങനെ ഈ രൂപത്തിൽ നിനക്ക് കാണണമെങ്കിലേ ഞാൻ അടുക്കളയിൽ പോയി ചപ്പാത്തി കല്ല് എടുത്തോണ്ട് വരുന്നതിനിടയ്ക്ക് വിളിച്ചോണ്ട് പെട്ടുവേണം. നിങ്ങളുടെ രണ്ടുപേരും അടി കാരണം എന്റെ ജീവൻ നശിച്ചു പോത്തേ ഉള്ളൂ. നിന്റെ അമ്മ കാരണമാണ് നിന്റെ ജീവൻ നശിച്ചു പോണത്. ഞാനാ പിന്നെ ഞാനാ. ഒന്ന് നിർത്തുവോ? ഞാൻ തൊഴാം. ഇത്രയും കാലമായിട്ട് വരുന്ന കല്യാണ ബന്ധമെല്ലാം മുടങ്ങി പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾ രണ്ട് വീട്ടിൽ താമസിക്കുന്നുണ്ടാ. അതുകൊണ്ട് ദേവി എന്നിട്ട് കല്യാണം ഉറക്കും വരെ ഒന്ന് നിങ്ങൾ ഒരുമിച്ച് നിക്ക്. ഇവിടെ അച്ഛൻ വെച്ച വീട്ടില് കാല് കുത്തരുതെന്ന് തീരുമാനിച്ചിറങ്ങി പോയതാണ് ഞാൻ. ഇതിപ്പോ നിന്റെ കാര്യമായോണ്ട് മാത്രമാണ് മോളെ ഞാൻ തിരിച്ചു വീണ്ടും വന്നത്. ഓ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ വീട്ടുമുറ്റത്ത് കയറ്റിയത്. അയ്യോ മറ്റന്നാൾ ഒരു പെണ്ണുകാണൽ ചടങ്ങുണ്ട്. അവിടെ വന്ന് നിങ്ങൾ ഈ കീരി മാമിനെ പോലെ ഇരിക്കരുത്. ഇനി അതൊന്നും പറ്റിയില്ലെങ്കിൽ കുറച്ച് സ്നേഹമെങ്കിലും അഭിനയിച്ചിരിക്കണം കേട്ടോ, പ്ലീസ്. ചായ കുടിക്കണില്ല ഏട്ടാ? അവരല്ലേ ഗസ്റ്റ്, അവരാദ്യം കുടിക്കട്ടെ മോളെ. മോളാ ഇനിയിപ്പോ കാര്യത്തിലോട്ട് വരാം. ഞങ്ങളുടെ ഒരേ ഒരു മോളാണ് ഇവള്. ഇതുവരെ ഒരു കുറവും വയ്ക്കാതെ വളർത്തിയതാണ്. എൻ്റെ ഒരേ ഒരു മോനായിട്ട് പറയുമല്ല, യവനായിട്ട് ഇനി ഒരു കുറവും വരുത്തൂല. ഇല്ലടാ വിനയ ടെക്നോ പാർക്ക് ഫേസ് 2-ലാണല്ലേ? എൻ്റെ ഓഫീസ് വർത്താണ്. ഞാൻ മാട്രിമോണിയൽ സൈറ്റിലെ ഓഫീസ് അഡ്രസ് കണ്ടായിരുന്നു. മോൻ്റെ പ്രൊഫൈൽ മാച്ച് നോക്കിയതും നമ്മളെ കൊണ്ടുവന്ന് കാണിച്ചതെല്ലാം മോളാണ്. ഈ ടെക്നോളജിയുടെയൊക്കെ ഒരു വളർച്ചയെ നമ്മൾ കല്യാണം കഴിച്ചത് വല്ല ബ്രോക്കർമാരും കൊണ്ടുവന്ന് കാണിച്ച പെണ്ണിനെ അല്ലേ? സത്യം, എൻ്റെ കല്യാണത്തെ ബ്രോക്കർ മരിച്ചുപോയി. അല്ലെങ്കിൽ അമ്മ എന്താ വരാത്തെ? അത് പിന്നെ മോളെ ഈ തെക്കൻ കേരളത്തിലോട്ടൊക്കെ പെണ്ണുങ്ങൾ പെണ്ണ് കാണാൻ പോവാറില്ല. അതാ. ഒരു മിനിറ്റ്. ആ ചേച്ചി, മരുമോള് തിരക്കുന്ന കൊടുക്കട്ടോ. ആ അമ്മ മോളെ എന്റെ മോനെ ഇഷ്ടായ? ആ ചേച്ചി, അപ്പം പിന്നെ ഞങ്ങൾ ഇത് ഉറപ്പിച്ചിട്ടങ്ങ് വരാം. ആ അപ്പം പിന്നെ നമുക്കിതങ്ങ് ഉറപ്പിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കിതങ്ങ് നടത്തിയാലോ? എത്രയും പെട്ടെന്ന് നടത്താവോ അത്രയും പെട്ടെന്ന് നടത്താം. അതെ ഈ സ്വർണത്തിനൊക്കെ ഓരോ ദിവസവും വില കയറല്ലേ അമ്മ? അപ്പോൾ പിന്നെ മോതിരത്തിൻ്റെ അളവ് ഇപ്പം തന്നെ എടുത്തിട്ട് പോയി ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ കല്യാണം ഉറപ്പിച്ചിട്ട് പോയിട്ട് ഇന്ന് തന്നെ മോതിരത്തിൻ്റെ അളവെടുക്കാൻ വന്ന മോൻ്റെ ഉത്തരവാദിത്വം. എനിക്കറിയാം, ഞാൻ ഈ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അല്ല അങ്ങനെയൊന്നുമില്ലേ മോനെ ഇരിക്കി. മോൻ എപ്പോ വേണേലും വന്നു. അവള് പറയുന്നൊന്നും കാര്യമാക്കണ്ട. ഇതെന്ത് കട്ടൻ ചായ കുടിക്കുന്നത്? ഇവിടെ അവന് ഹോർലിക്സ് ഇട്ട് കൊടുക്കാറുണ്ട്. അല്ലല്ല അച്ഛൻ, ഞാൻ തന്നെ പറഞ്ഞു, എനിക്ക് പൊതുവെ കട്ടനാണ് താല്പര്യം. അച്ഛൻ ചായ കുടിച്ചു? ഇല്ല മോനെ, ഞാൻ ഇവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല. അതെന്ത് പറ്റി? അത് ഇവിടുത്തെ കിണറ്റിൽ പാമ്പ് ചെത്ത് കിടന്നു. മോനെ, പാമ്പിനെ എടുത്ത് കളഞ്ഞ് വെള്ളവും പറ്റിച്ച്. ഇത് പൈപ്പ് വെള്ളം കൊണ്ട് ഉണ്ടാക്കിയതാ. എനിക്ക് പൈപ്പ് വെള്ളം പിടിക്കില്ല, അതുകൊണ്ടാണ്. ശ്രീ, നമുക്ക് വെളിയിൽ നിന്ന് സംസാരിക്കാം. ശരി, ബാബാ. കാര്യം നല്ല കുടുംബക്കാരൊക്കെ ആയിരിക്കും, പക്ഷേ സംതിങ് സസ്പീഷ്യസ് അല്ലേ അവിടെ? അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പിടിച്ചവൻ്റെ കണ്ണ് മഞ്ഞയായിട്ടേ കാണുള്ളൂ. അമ്മ വരാത്തതിന് വെങ്കല കള്ളം പറഞ്ഞ മാമന് ഇതിലൊക്കെ സംശയം തോന്നും. അമ്മ ഇന്നലെ അവിടെ വെച്ച് അവരുടെ റൊമാൻസ് കണ്ടപ്പോൾ തൊട്ട് മാമന് അസൂയ. ഏടേ നിന്റെ അമ്മ പറഞ്ഞിട്ട് തന്നെ ഞാനാ കള്ളം പറഞ്ഞത്. അമ്മ എടാ, ഇത്രയും കാലം അമ്മ കിടപ്പ് രോഗിയാണെന്ന് പറഞ്ഞില്ലേ നിന്റെ കല്യാണം എല്ലാം മുടങ്ങിയത്? ഇതും ഇനി ആദ്യമേ എൻ്റെ വീൽചെയർ കണ്ട് മുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടാടാ. ഇതിപ്പം കല്യാണം ഉറപ്പിച്ച സ്ഥിതിക്ക് മക്കൾ സമയം പോലെ വിനയെടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ചേച്ചിയും കൊള്ളാം, അനിയനും കൊള്ളാം, രണ്ടും ഒരു ക്ലാസ്സിൽ പോകും. ആ പിന്നെ ചേച്ചി, കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അവളും കൂടെ 1 മാസം ഇവിടെ നിന്ന് നിൽക്കാം. ഇവർ ഹണിമൂണും വിരുന്നൊക്കെ ആയിട്ട് കറക്കമായിരിക്കുമല്ലോ. എടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ കേറാൻ കയറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവിടെ നാളെ ഒന്ന് നോക്കിക്കോളും. അതെങ്ങനെ ശരിയാവും? അതൊക്കെ വല്ല ആയമാരും ആയിരിക്കും. പെട്ടെന്ന് വല്ല വൈകി വന്നാലോ? മാമ അതങ്ങനെ വല്ലവരൊന്നുമില്ല. എന്ത് എമർജൻസി സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽ ഡോക്ടേഴ്സും നഴ്സുമാരുണ്ട്. അമ്മയുടെ കാര്യങ്ങളൊക്കെ 24 മണിക്കൂർ ഇവിടെ വന്ന് അവർ നോക്കിക്കോളൂ. എടാ അത് മാത്രമാണോ? ചേച്ചിയെ ആഴ്ചയിൽ 3 ദിവസം ഫിസിയോ ചെയ്യാൻ കൊണ്ടുപോകണം, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകണം. എടാ അതുകൊണ്ടല്ലേ ഞാൻ വന്ന് നിൽക്കാന്ന് പറഞ്ഞത്. മാമ അതിനുള്ള എല്ലാ സെറ്റപ്പും അവരുടെ കയ്യിലുണ്ട്. ഏത് രാത്രിയിൽ അമ്മയ്ക്ക് ബ്ലഡ് സാമ്പിൾ എടുക്കാനാണെങ്കിലും എന്തിന് വീട്ടിൽ വന്ന് എക്സ്റേ എടുക്കാനുള്ള ഫെസിലിറ്റീസ് വരെ അവർക്കുണ്ട്.
ഇനി ഫിക്സ് ചെയ്യാൻ അമ്മ പുറത്തൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള എക്സ്പെർട്ട് ഡോക്ടേഴ്സ് അവരുടെ കയ്യിലുണ്ട്. ചേട്ടാ അത് കൊള്ളാലടാ പരിപാടി. എടാ അത് മാത്രമല്ല, ഇവന്റെ കല്യാണം കഴിഞ്ഞാൽ ഒരാളെ സ്ഥിരമായിട്ട് ഇവിടെ നിർത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പം ഇവനും വിനയിക്കും സമാധാനമായിട്ട് ജോലിക്ക് പോകാലോടാ. ആ അതെന്തായാലും നന്നായി. ചേച്ചി അങ്ങോട്ട് ഇറങ്ങട്ടെ. നാളെ വിനയുടെ അച്ഛനെ ഞാനും കൂടെ മുഹൂർത്തം കുറിക്കാൻ പോകും. എടാ അടുത്ത ആഴ്ച തന്നെ ലെറ്റർ എടുത്തിട്ട് കല്യാണം വിളി തുടങ്ങണം കേട്ടോ. അല്ല അമ്മ പാചകത്തിന്റെ ആരായിരിക്കും? എടാ അതെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നീ വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് മാത്രം കറക്റ്റായിട്ട് നോക്കിയാൽ മതി കേട്ടോ. മാമ ഇതാണ് ഞാൻ പറഞ്ഞ ടീം. സമ്മതത്തില്ലേ? ഉണ്ട്, അത് പോയാൽ മതി. വരൂ. എടാ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി. തിരുവനന്തപുരത്തുള്ളവരുടെ ലിസ്റ്റ് കഴിഞ്ഞു. ഇനി കൊല്ലം. അമ്മ ഈ ഡിസൈൻ എങ്ങനെയുണ്ട് ലെറ്റർ? നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യടാ. എടാ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അയച്ചാൽ ഇന്ന് തന്നെ ലെറ്റർ അടിക്കാൻ കൊടുക്കണം. പിന്നെ ആ മണ്ഡപത്തിൻ്റെ ഡീറ്റെയിൽസ് കൂടെ ചോദിച്ചിട്ട് പറഞ്ഞോ. അതിന് മണ്ഡപം ഒന്നും എനിക്കറിഞ്ഞൂടാ. 22 മണിക്കൂർ അവളെ വിളിച്ച് സൊള്ളുന്നുണ്ടല്ലോ. വേണ്ടെന്നൊന്നും ചോദിക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ചോദിച്ചാൽ നാളെ മാമൻ തന്നെ ചോദിച്ചു. നിന്റെ അമ്മ അച്ഛനെ തന്നെ വിളിച്ചു നോക്കാം. എടുക്കുന്നില്ല. അമ്മായത്തിനെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ അമ്മായിയമ്മയെ വിളിച്ചു നോക്ക്. സ്വന്തമായിട്ട് വിളിച്ച് ചോദിക്കില്ല. ആ ചേച്ചി അഭിലാഷാണേ. നമ്മളെ മണ്ഡപം ഏതായിരുന്നു ലെറ്റർ അടിക്കാൻ കൊടുക്കാനാ? വെള്ളയമ്പലം. ആ ഓക്കെ. JKR വെള്ളയമ്പലം. മറന്നു പോലും. ഇനി മറക്കൂല. ഇവിടെ നിന്റെ അമ്മ അച്ഛൻ തിരിച്ചു വിളിക്കണം. എട്ട്. ആ ചേട്ടാ ഞാൻ നേരത്തെ വിളിച്ചത് നമ്മുടെ മണ്ഡപത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിരുന്നു. ദേവി കൺവെൻഷൻ സെൻറ്റർ വെള്ളായണി. അല്ല ചേച്ചി പറഞ്ഞു JKR ആണെന്ന്. എൻ്റെ മോള് വിനയയുടെ കല്യാണം ദേവി കൺവെൻഷൻ സെൻറ്റർ വെള്ളായണിയിൽ വെച്ച് 10-നും 10:20 ഇടയ്ക്ക്. എന്തോ അമ്മ എന്തോ കളഞ്ഞാണെ പോലെ ഇരിക്കണേ. എടാ നമുക്ക് ലെറ്റർ 2 ദിവസം കഴിഞ്ഞടിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. എടാ കഴിഞ്ഞ 8 വർഷമായിട്ട് വിനയുടെ അച്ഛൻ പിണങ്ങി മാറി താമസിക്കുവാണെന്ന്. ആ കൊച്ചിന് വന്ന സകല കല്യാണാലോചനകൾ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് മുടങ്ങിയത്. അങ്ങനെ മോളെ എന്നുള്ള വിളി കേട്ടപ്പോഴേ എനിക്കൊന്നൊരു ഡൗട്ട് അടിച്ചതാണ്. അങ്ങനെ അന്വേഷിച്ചപ്പോഴല്ലേ കാര്യങ്ങൾ അറിഞ്ഞത്. ചേച്ചി ഇവരുടെ കല്യാണം കഴിഞ്ഞോടനെ അവർ രണ്ടുപേരും ഡിവോഴ്സ് ആവും. എടാ ഇത് അവരുടെ അടുത്ത ബന്ധുവാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ദൈവമേ. എടാ എങ്കിൽ പിന്നെ നമ്മൾ ബന്ധുക്കളുടെ ഇടയിൽ തലയിൽ മുണ്ടൂട്ടുകൊണ്ട് നടന്നാൽ മതി മോനെ. എടാ നമുക്ക് ഈ ബന്ധം വേണ്ട. അമ്മ ഇപ്പൊ എന്തിനാണ് ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെയൊക്കെ തീരുമാനിക്കണേ? പെണ്ണിന്റെ അച്ഛനും അമ്മയും പിണങ്ങി താമസിക്കുന്നതാണോ നിനക്ക് ചെറിയ കാര്യം? നാളെ നിന്റെ അടുത്ത് ഒരു ചെറിയ കാര്യത്തിന് അവൾ പിണങ്ങിയാൽ തന്നെ അവൾ പെട്ടി നോക്കി പോവില്ലേ മോനെ? അതല്ലേ അവൾ കണ്ടു വളർന്നത്. ചുമ്മാതല്ലടാ നിങ്ങൾ ചെന്ന് കണ്ടു തീരുന്നതിന് പിന്നെ അവർ കല്യാണം അങ്ങ് ഉറപ്പിച്ചത്. അതെ ചേച്ചി. അതെന്താ നമ്മുടെ കൂടെ ആവശ്യമായിരുന്നില്ലേ കല്യാണം ഉറപ്പിക്കേണ്ടത്? എന്റെ എത്ര ആലോചന മുടങ്ങിയിട്ടുണ്ട് അമ്മയ്ക്ക് വയ്യാത്ത കാരണം. ഒരാൾക്ക് വയ്യാതാവുന്ന കാണോ രണ്ടുപേരും ഡിവോഴ്സ് ആവുന്നത്? എടാ ഈ കാരണം കൊണ്ട് തന്നെ അവൾ നിന്നെ വേണ്ടെന്ന് വെച്ചാലാ ആദ്യത്തെ 5-6 ദിവസം അവൾ എന്നെ നന്നായിട്ട് നോക്കും. അത് കഴിയുമ്പോൾ അങ്ങ് മുഷിയും. പിന്നെ നീ എന്തെങ്കിലും പറയും. അത് മതി ഡൈവേഴ്സ് ചെയ്യാം. നമുക്ക് ഈ കല്യാണം വേണ്ട മോനെ. തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റട്ടെ. എനിക്കെന്തായാലും വിനയുടെ അടുത്തൊന്ന് സംസാരിക്കണം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. ശ്രീ, നിങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണ്. എന്നാൽ എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. എടോ ഞാൻ തന്നെയല്ലേ കല്യാണം കഴിക്കണേ, വീട്ടുകാരെ അല്ലല്ലോ. പിന്നെ എൻ്റെ വീട്ടിൽ ഇതൊരു ആഗോള പ്രശ്നമാണ്. പക്ഷെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പം തൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം മാറി അവരൊന്നിച്ചൊന്ന് എൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായ പിന്നെ നമ്മുടെ കല്യാണത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതിന് ഞാൻ അവരെ ഒന്നിപ്പിക്കും. ഇമ്പോസിബിൾ. അതെ, തൻ്റെ ഈ ഭാവി ഭർത്താവുണ്ടല്ലോ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സോണൽ സെയിൽസ് മാനേജറാണ്. കണ്ട കീറാമുട്ടി ക്ലയൻസിനെ പോലും ഈ കയ്യിലിട്ട് ഞാൻ അമ്മാനം അടിയിട്ടുണ്ട്. എനിക്ക് ദിസ് ഈസ് പോസിബിൾ. തുണി കഴിവിയേ കുറ്റം, കഴിവില്ലേ കുറ്റം. ജോലിക്ക് പോയാൽ കുറ്റം, പോയില്ലേ കുറ്റം. മാസാമാസം കഷ്ടപ്പെട്ട് ഞാൻ ജോലിക്ക് പോയിട്ടെ ശമ്പളം മുഴുവൻ ഈ പൂതനയ്ക്ക് കൊടുക്കണം പോലും. ഇനി കഴിക്കാൻ വന്നിരുന്നല്ല പൂവും കായും ഒക്കെ കൊണ്ടുവച്ച് തരും. അതൊക്കെ പോട്ട് ഇപ്പൊ ദേഹോപദ്രം തുടങ്ങി.
അത് കൂടി കൂടി വന്നപ്പോഴാണ് ഞാൻ വീട് വിട്ടിറങ്ങിയത്. ഇവളെ മുഖം കണ്ടാലേ പിടിച്ച്. സോറി, ഐ ഹേറ്റ് വയലൻസ്. എന്ത് ഒന്നും പറയാനില്ലേ? അമ്മയ്ക്ക് പറയാനുള്ള കൂടെ പറയാമ്മ. മോനെ, ഞാൻ ആഹാരം കഴിക്കുന്ന വാഗോണ്ട് ഈ മനുഷ്യനെ കുറിച്ച് ഒന്നും പറയില്ല. അത്രയ്ക്ക് അഴുക്കാണ് ഈ മനുഷ്യൻ. ഇപ്പൊ സോണൽ മാനേജറിന്റെ തൊണ്ട വരളുന്നുണ്ടോ? മാമ എവിടത്തെ മാമനാണ് മാമ? അതെന്താടാ? ഒരു കാര്യം അന്വേഷിക്കുമ്പോൾ അതിന്റെ അറ്റവും മൂലം അറിഞ്ഞു വെച്ചിട്ടാണ് ഇവിടെ വന്ന് ബാക്കിയുള്ളവരെ ടെൻഷൻ എടുപ്പിക്കേണ്ടത്. മാമൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നു. ഒരു കാര്യം ഒഴിച്ച്, വിനയുടെ അച്ഛനും അമ്മയും ഒന്നിച്ച് താമസിക്കണതേ അവളുടെ കല്യാണം നടത്താൻ വേണ്ടി മാത്രമല്ല, അവർ തമ്മിലുള്ള സകല പ്രശ്നങ്ങൾ സംസാരിച്ച് സോൾവ് ചെയ്തു. ഇതിന് മുൻകൈ എടുത്തത് ആരാ? ആര്? എന്റെ വിനയാ. നിന്റെ വിനയ? അതെ, എന്റെ വിനയ. അമ്മ പറഞ്ഞതുപോലെ അവരെ കണ്ടു വളർന്ന ആളാണെങ്കിൽ വിനയ ഇതിന് മുൻകൈ എടുക്കൂ? പറയമ്മ, പറ. ഈ പ്രശ്നം സോൾവ് ചെയ്ത കാര്യം അവർക്ക് 3 പേർക്കല്ലേ അറിയത്തുള്ളൂ. അവിടുത്തെ അയൽവാസികളും ബന്ധുക്കളും പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞത്. എടാ, നമ്മൾ അവിടുന്ന് പോയി കഴിഞ്ഞാൽ രണ്ടും കൂടെ പൊരിഞ്ഞ അടിയാണെന്ന് അതെനിക്കറിയാമോ? അയൽവാസികൾ കള്ളം പറയൂലടാ. ഈ അയൽവാസികളാണ് ആദ്യം ബോംബ് വെച്ച് പൊട്ടിക്കാൻ. നമുക്കൊരു കാര്യം ചെയ്യും, ഒരു 2 ആഴ്ച കൂടെ നമുക്ക് നോക്കാം. ഇനി അവരുടെ പേരിൽ പിണങ്ങി അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി വന്നാൽ നമുക്ക് അപ്പോൾ ഈ ബന്ധം വേണ്ടെന്ന് നോക്കാം. എന്തു പറയുന്നു? ചേടാ, അടുത്ത വീട്ടുകാർ ഇവര് സ്നേഹത്തിലാണ്, നമ്മൾ എങ്ങനെ അറിയിക്കും? സിമ്പിൾ. ആദ്യം അച്ഛനെ വിളിച്ചോണ്ട് ബാൽക്കണിയിലോട്ട് വാ. ഞാൻ ചെയ്യുന്നില്ല. അച്ഛൻ അങ്ങനെ പറയല്ലേ അച്ഛാ, അച്ഛൻ അറിയാലോ. അവസാനം ഈ കല്യാണം കൂടെ മുടങ്ങും. അവസാനം വേറൊരു കല്യാണം നടക്കണവർ അമ്മയോടെ ഈ വീട്ടിൽ നിൽക്കേണ്ടി വരും. അത് വേണ്ടെങ്കിൽ ഭാര്യ പറഞ്ഞ് ചോർക്കപ്പാട് പ്ലീസ്. ചെയ്യാം. സുന്ദാരേ നേയം സുന്ദാരൻ ഞാനും ചേർന്നിരുന്നാൽ തിരുവാടം. കണ്ണിൽ കയ്യും വച്ച് കണ്ണിൽ കാലും വച്ച് സുന്ദാരേയും സുന്ദാരൻ ഞാനും ചേർന്നിരുന്നാലും. അച്ഛാ, പാടാൻ പറഞ്ഞപ്പോ എന്തിനാണ് അവരുടെ? എനിക്കിങ്ങനെയൊക്കെ അറിയാവൂ. അച്ഛനെ വിളിച്ചോണ്ട് പിന്നെ താഴെ പൊക്കോളൂ, ഞാൻ പോരാ. ഭാവി അമ്മയച്ഛനായി പോയി. അമ്മ ക്യാച്ച്, അമ്മ തൂക്കുന്നു. അവിടേക്ക് അച്ഛൻ വന്ന് നിനക്ക് നടുവേദനയല്ലേടി ഞാൻ തൂക്കാം എന്ന് റൊമാൻറ്റിക്കലി പറയണം. നിനക്ക് നടുവേനയല്ലേ? ചൂലെങ്കിതാ, ഞാൻ തൂക്കാം. ചൂല് വാങ്ങുമ്പോൾ എൻ്റെ കൈ തൊടരുത്. പിന്നെ നിന്റെ കൈ തൊടാൻ വരെയല്ലേ? അവസാനം കല്യാണം മുടങ്ങും, നിങ്ങൾ രണ്ടും ഒരു വീട്ടിൽ നിൽക്കേണ്ടി വരും. അത് വേണ്ടെങ്കിൽ ചെയ്തോളാം. ഇപ്പോൾ നാട്ടുകാർ കാണാൻ പോകുന്ന വിഷ്വൽ, സ്നേഹത്തോടെ കളിചിരിയുമായി കൈകോർത്ത് നടക്കുന്ന ബാലചന്ദ്രനും ഭാര്യ ഷീലയും. റെഡി, ഗോ. ഇത് കണ്ട ഇവർക്ക് തലയ്ക്ക് ഓളമാണെന്ന് നാട്ടുകാർ പറയും. അങ്ങനെ കല്യാണവും മുടങ്ങും. അങ്ങനെ ഒരുവിധം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിട്ട് വീട്ടുകാരുടെ സമ്മതം വാങ്ങിച്ചു. നമ്മുടെ കല്യാണം കഴിഞ്ഞാൽ ഇവർ ഡിവോഴ്സ് ചെയ്യുന്ന ഉറപ്പാണ്. അതവര് നേരത്തെ എടുത്ത തീരുമാനമല്ലേ. തമ്മി തല്ലി കഴിയണേലും ഭേദം അത് തന്നെയാണ്. അല്ല ബെസ്റ്റ് മോൾ, നീ ചില സമയത്ത് ഇവരുടെ ഈ തീരുമാനം സപ്പോർട്ട് ചെയ്യണ കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം പറഞ്ഞത്. എൻ്റെ സ്ഥാനത്ത് സ്ത്രീ ആയിരുന്നെങ്കിലേ പണ്ടേ നാട് വിട്ടേനെ. ചുമ്മാ ഒന്നും അറിയാതെ സംസാരിക്കല്ലേ ശ്രീ. ഇതിലിപ്പോൾ അറിയാൻ എന്തോ ഇരിക്കുന്നു? എല്ലാ വീട്ടിലും വഴക്കുണ്ടാവും എന്ന് പറഞ്ഞ് എല്ലാവരും കയറി ഡിവോഴ്സ് ചെയ്യുന്ന ദേവിനെ. ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം, ഈ 1-2 പറഞ്ഞ് വഴക്കുണ്ടാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണത് ഡിവോഴ്സ് ചെയ്യണതൊക്കെ എൻ്റെ വീട്ടിൽ ശീലമില്ലാത്ത കാര്യങ്ങളാണ്. നീ അതുമായിട്ടൊക്കെ യൂസ്ഡ് ആയിരിക്കും. ഇപ്പം ശ്രീ പറയുന്നതന്നല്ലേ ശ്രീയുടെ വീട്ടുകാരും പറയുന്നത്. അതായത് ഞാൻ എൻ്റെ വീട്ടുകാരെ പോലെ തന്നെയാണ് അല്ലേ? ആവശ്യമില്ലാത്ത ഓരോന്ന് സംസാരിച്ച് കൂട്ടിയിട്ട് പ്രശ്നം വഷളാക്കരുതേ. ആരാ പ്രശ്നം വഷളാക്കുന്നത്? ഞാനാണോ ശ്രീയാണോ? നിന്റെ വീട്ടുകാരുടെ അതേ സ്വഭാവം അതല്ലേ നീയും കാണിക്കൂ.
പൊന്നു പിന്നെ ഒന്ന് ഫോൺ എടുക്കടി. ഞാൻ അപ്പോൾ ഒന്നും മനസ്സിൽ വെച്ച് പറഞ്ഞല്ല, അപ്പോഴത്തൊരു ദേഷ്യത്തിൽ ഞാൻ എന്തോ പറഞ്ഞു പോയി. സോറി എടി, പ്ലീസ്. ചേച്ചി, ആ സുധാകരൻ ചേട്ടൻ്റെ മരുമനെ വീട്ടിൽ പോയി വിളിച്ചില്ലെന്ന് പരാതി. ഇവർക്ക് ഇങ്ങനെ ഉണങ്ങി നമ്മളെന്തോ ചെയ്യാൻ? എടാ, നീ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചിട്ടല്ലേ? നീ നിന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിച്ചാന്ന്? ആ ചേച്ചി, അവ എപ്പോഴേ സ്വപ്ന ലോകത്താ കേട്ടോ. അമ്മ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി കല്യാണ വിളിയൊക്കെ. വിനയ്, ഇവിടെ വെച്ച് സംസാരിച്ച വഷള കൂടി. സോറി, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണത്. അപ്പൊ ഇനി നീ എങ്ങനെ പറഞ്ഞ? കല്യാണം കഴിഞ്ഞു ഇനി ഇത് പറഞ്ഞ? അതുകൊണ്ടൊരു ക്ലാരിറ്റി ആക്കിയിട്ട് മതി ഇനി കല്യാണമൊക്കെ. മോളെ, നീ എന്തൊക്കെയായി പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അമ്മ, എൻ്റെ അച്ഛനും അമ്മയും എനിക്കറിവായ കാലം മുതൽ തമ്മിൽ വഴക്കാം. കഴിഞ്ഞ 8 വർഷമായിട്ട് അവർ തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി മാത്രമാണ് അവരിപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത്. അത് കഴിഞ്ഞ് അവർ ഡിവോഴ്സ് ആവും. ഇനി പറയണം, ഈ കല്യാണം നടക്കുമോ? ചേച്ചി കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവര് നമ്മുടെ കണ്ണി പൊടിയിടുവാന്ന്. ദൈവമേ, ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? കല്യാണം വേണ്ടെന്ന് വെക്കണം, എന്നിട്ട് വേറെ പെണ്ണിനെ നോക്കണം. ചുമ്മാ അരി മാമ. ശ്രീ, നല്ല തീരുമാനം അമ്മ. പക്ഷെ ഞാൻ എന്ത് തെറ്റിയതെന്ന് പറയാമോ? പിന്നെ പെണ്ണിന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞാൽ? മാമന് ചോദ്യം മനസ്സിലായില്ലേ? ഇതിലിപ്പോൾ എൻ്റെ തെറ്റെന്തെന്നാണ് ചോദിച്ചത്. ഇതിപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കാര്യമല്ലേ പറയുന്നത്? അത് പിന്നെ പലതവണ തീർക്കാൻ നോക്കിയിട്ടും തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് അവർക്കുള്ളത്. ഒരിക്കലും അവർക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റത്തുമില്ല. അത് സ്ത്രീക്കും അറിയാവുന്നതല്ലേ. പരസ്പരം സ്നേഹിക്കാൻ കഴിയാത്തവർ പിരിയുന്നതന്നല്ലേ നല്ലത്. അങ്ങനൊരു തീരുമാനം അവരെടുത്താൽ തന്നെ അതിൽ എൻ്റെ തെറ്റെന്താ? വിനയ, എന്തൊക്കെ ന്യായം നീ പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. എൻ്റെ മോൻ്റെ ജീവിതം കൊണ്ട് കളിക്കാൻ എനിക്ക് പറ്റത്തില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പേടി ഞാനും അവരെ പോലെ ആകുമെന്നായിരിക്കും അല്ലേ? വീട്ടിലെന്നും വഴക്ക് മാത്രം കണ്ടുകൊള്ളുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിനക്കറിയാമോ? അതൊക്കെ അനുഭവിച്ചു വളർന്ന ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ ആകാതിരിക്കാനല്ലേ നോക്കൂ. ഒരു കണക്കിന് നമുക്കും ഇതേ അനുഭവമല്ലേ അമ്മ? അമ്മയുടെ അസുഖത്തിൻ്റെ പേര് പറഞ്ഞില്ലേ ഇത്രയും കാലം എൻ്റെ കല്യാണം മുടങ്ങിയത്. നിങ്ങളെല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഈ കല്യാണം നടത്താൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. അതും വെച്ച് ഞാൻ ഇങ്ങനെ ആയിരിക്കുമെന്ന് ജഡ്ജ് ചെയ്യാത്ത ഒരാളെ എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളൂ. ശ്രീ, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. അമ്മയും മാമനും ഒക്കെ പറഞ്ഞത് എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ എവിടെയൊക്കെ കിടന്നു. അതാണ് ഞാൻ അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇപ്പം താൻ പറഞ്ഞതുപോലെ ഞാൻ നല്ലോണം ആലോചിച്ച് എൻ്റെ വീട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കിച്ച് അവരും കൂടെ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചിട്ടാണ് ഞാനിപ്പോൾ തന്നെ കെട്ടാൻ പോകുന്നത്. പോരെ? സോറി. പാരൻസ് തമ്മിൽ ഡിവേഴ്സ് ആയതുകൊണ്ട് മാത്രം കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അതുപോലെ പയ്യൻ്റെ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ആ വീട്ടിലോട്ട് പെണ്ണിനെ കെട്ടിച്ചു വിടണമെന്ന് പറയുന്ന പെൺവീട്ടുകാരുമാണ്. ഇവിടെ പയ്യൻ്റെയും പെണ്ണിൻ്റെയും ഭാഗത്ത് ഒരു തെറ്റുമില്ലെങ്കിൽ പോലും അവരുടെ കല്യാണം നടക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ട അവസ്ഥയാണ്. അതുപോലെ പാരൻസ് തമ്മിൽ ഡിവേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മക്കളുടെ സ്വഭാവം മോശമായിരിക്കും. അവർക്ക് ഒരിക്കലും നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റില്ലെന്നൊക്കെ ജഡ്ജ് ചെയ്യുന്നവരുമുണ്ട്. ഇനി വിവാഹം കഴിഞ്ഞാലും വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഇവർ കാരണമാണെന്നും ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം കണ്ടല്ലേ പഠിക്കുന്നതെന്ന് ഒരുപാട് കുത്തുവാക്കുകൾ ഇവർ കേൾക്കേണ്ടി വരും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് തികച്ചും തെറ്റായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും മാതാപിതാക്കളുടെ പേരിലും മക്കളെ ജഡ്ജ് ചെയ്യുന്ന രീതി നമ്മൾ മാറ്റിയേ പറ്റും. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു.
SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേം നൽകുന്ന കെയർ ആൻഡ് ക്യൂർ ഹോം കെയർ സർവീസസ്. വിളിക്കൂ, ഡോക്ടറും സംഘവും വീട്ടിലെത്തും.